പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ണൂർ സ്പെഷ്യൽ ഒറോട്ടിക്കുള്ള അരിപ്പൊടി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് പൊടിച്ചെടുക്കുന്ന രീതിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒറോട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വലിയ ബൗളെടുത്ത് വെച്ചിട്ട് അതിലോട്ട് അരി അളന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 5 കിലോ അരിയാണ് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് താജ്മഹൽ എന്ന ബ്രാൻഡ് നെയിമിലുള്ള അരിയാണ്. 2 കിലോ അളവിൽ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാ സ്ഥലത്തും താജ്മഹൽ എന്ന പേരിലല്ല അറിയപ്പെടുന്നത്, അതൊരു ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചോറ് വെക്കുമ്പം അധികം വേവില്ലാത്ത അരിയുണ്ടല്ലോ, അതായത് ചോറ് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയുണ്ടല്ലോ, ശിവ റൈസ്, ബോധന റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇതിന് പകരമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ 2 കിലോ അളവിലാണ് ഞാൻ ഈ ഒരു അരി എടുത്തിരിക്കുന്നത്. ഇനി സെയിം അളവിൽ തന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങലരി, അതും 2 കിലോ അളവിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ആകെ ഞാനിപ്പോൾ 5 കിലോ അരിയാണ് പൊടിപ്പിക്കുന്നത്. അപ്പോൾ 10 കിലോ ആണ് എടുക്കുന്നതെങ്കിൽ 4 കിലോ അളവിൽ താജ്മഹൽ അരി എടുക്കുക, 4 കിലോ അളവിൽ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി എടുക്കുക. ബാക്കി 2 കിലോ നമ്മൾ പച്ചരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ 5 കിലോ അളവിൽ എടുക്കുന്നത് കൊണ്ട് ഇതേ കപ്പിന് തന്നെ 1 കിലോ അളവിൽ പച്ചരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 അരിയും കൂടിയിട്ടാണ് നമ്മൾ ഒറോട്ടിക്ക് വേണ്ടിയിട്ട് പൊടിപ്പിക്കുന്നത്. ഇങ്ങനെ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒറോട്ടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ അരിപ്പൊടി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒറോട്ടി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം പോകാൻ വേണ്ടി ഇട്ട് വെക്കുക. അരി ഇവിടെ നന്നായിട്ട് കഴുകിയിട്ട് അരിപ്പ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് പോയതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് ഫാനിൻ്റെ ചോട്ടിൽ നമ്മൾ 2-3 മണിക്കൂർ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അരി കഴുകുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കുക, കുറേ സമയം വെള്ളത്തിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ അരി കുതിർന്നു പോവും. പെട്ടെന്ന് തന്നെ 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഫാനിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ മതിയേ. വെയിലുള്ള സമയമാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരം വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു അരി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ രാവിലെ ആയിരുന്നു കഴുകിയിട്ടത്, ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. ഇനി ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോർ മില്ലിൽ കൊടുത്തേക്കാണ് ചെയ്യുന്നത്. ഇതുപോലൊരു കവറിലാക്കിയിട്ട് ഫ്ലോർ മില്ലിൽ പോയിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മാസത്തോളം നമുക്കിത് കേടാവാതെ ഇതിൽ തന്നെ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമോ അതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒറോട്ടി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പൊടി ഈ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്, വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാനും പറ്റും. സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാം. ഒറോട്ടിക്ക് പുറമെ നമുക്ക് നൈസ് പത്തിരി, ടയർ പത്തിരി, അതുപോലെ മീൻ ഒറോട്ടി, കക്ക ഒറോട്ടി, ഇതൊക്കെ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി പത്തിരി തവ ചൂടാകുന്ന സമയത്ത് ഇതുപോലെ തട്ടിൽ കുറേശ്ശെ അരി എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ചൂടായ തട്ടിലിട്ടിട്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓയിലൊക്കെ വാങ്ങിക്കുന്ന കവർ ഉണ്ടാവുമല്ലോ, ആ ഒരു കവർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലിട്ടിട്ട് പരത്തിയെടുത്താലും മതിയേ.
ഇതുപോലെ 2-3 തവണ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഒറോട്ടി തനിയെ തന്നെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ണൂരുകാർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് അരിപ്പൊടി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 പേര് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒറോട്ടിൻ്റെ സൈഡൊക്കെ വിണ്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ അരിപ്പൊടി തയ്യാറാക്കി നോക്ക്, വിണ്ടു പോകുകയൊന്നും ചെയ്യില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒറോട്ടി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.